ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു യാത്രയായാലോ. സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിലുള്ള അൽഹസയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഒരു പരമ്പരാഗത ഒയാസിസ് പ്രദേശമാണ് അൽഹസ. പേർഷ്യൻ ഗൾഫിന്റെ തീരത്ത് നിന്നും 60 കിലോമീറ്റർ ഉൾനാട്ടിലാണ് ഈ ഒയാസിസ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 84 കിലോമീറ്റർ വിസ്തീർണമുള്ള അൽഹസ ഒയാസിസ് ലോകത്തിലെ ഏറ്റവും വലിയ ഒയാസിസ് ആണ്. ഏകദേശം 12 അരയായി. നമ്മൾ ഇന്ന് ലോകത്തിലെ തന്നെ യുനെസ്കോയുടെ അവാർഡ് കിട്ടിയ മരുപ്പച്ച കാണാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ യാത്ര. അതോടൊപ്പം സൗദി അറേബ്യയിലെ തന്നെ മരുപ്പച്ചയിൽ, അതായത് സൗദി അറേബ്യയിൽ തന്നെ ഈത്തപ്പഴത്തോട്ടത്തിൽ രണ്ടാമത് ഉള്ള അൽഖസീം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ളത് അൽഹസയിലാണ്. അൽഹസയിലെ കുറച്ച് ഭാഗങ്ങൾ എന്നാ അൽഹസയ്ക്ക് പോകാം. അൽക്കോബാർ ടു അൽഹസ. വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അറബ് എക്സ്പ്ലോറർ എന്നാണ് എൻ്റെ ചാനൽ പേര്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അൽക്കോബാറിൽ നിന്നും അൽഹസയിലേക്കുള്ള യാത്രാമധ്യയാണ് ഞങ്ങൾ. പോകുന്ന വഴിയിൽ കോബാറിൻ്റെ ഈ ലൈറ്റ് വിസ്മയങ്ങളെല്ലാം കണ്ട് 170 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ അൽഹസയിലെ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗിയും നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കും വിധം ഗ്രാമങ്ങളെല്ലാം പച്ച പുതച്ച് നിൽക്കുന്ന ഒരു ദൃശ്യം അവസ്മരണീയം തന്നെയാണ്. അതുപോലെ തന്നെ അൽഹസയിലേക്ക് വണ്ടിയുടെ ടയറിൽ ഒരു ആണി ഇരിക്കുന്നുണ്ട്. അതാണ് അൽഹസ ട്രിപ്പിൽ പോകുമ്പോൾ ഉള്ള ഏക ടെൻഷൻ. അത് അടുത്ത പഞ്ചർ ഷോപ്പ് കാണും വരെ നമുക്ക് ടെൻഷൻ ആയിരിക്കും. അതെ, സൗദി അറേബ്യയിലെ 1-ാം നമ്പർ വ്ളോഗർ. ഇത്രയും വലിയ ആണി വണ്ടിയിൽ വെച്ചിട്ടാ 10-200 കിലോമീറ്റർ. അങ്ങനെ ഞങ്ങളെ പഞ്ചർ ഷോപ്പിൽ നിന്നും പഞ്ചറെല്ലാം ഒട്ടിച്ച് വണ്ടിയെല്ലാം റെഡിയാക്കി അൽഹസയുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വന്നു. ഇതാണ് അൽഹസയുടെ രാത്രി വ്യൂ. ഏകദേശം 3 മണിയായി. ഞങ്ങൾ താമസിക്കുന്ന ഫാമിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അൽഹസ സൗദി അറേബ്യയിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള വഴികൾ കാണുന്നത് കൂടുതലും ഫാം ഏരിയകളിലാണ്. അതിൽ കൃഷി ആണ് അവിടെ മെയിനായിട്ടുള്ളത്. ഈന്തപ്പന തോട്ടം, അതുപോലെ മാതളം, നാരങ്ങ, അങ്ങനെ എല്ലാ കൃഷിത്തോട്ടങ്ങളുമാണ് ഉള്ളത്. ഞങ്ങൾ അതുപോലത്തെ ഒരു ഫാം ഹൗസിലേക്കാണ് പോകുന്നത്. അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അൽഹസ ലുലുവിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്താണ് ഞങ്ങൾക്ക് ഈ ഫാമിന് സൗകര്യം ചെയ്തു തന്നത്. സലാം ഫാമിൽ ഞങ്ങൾ ജസ്റ്റ് ചിക്കനൊക്കെ ചുടാൻ വേണ്ടിയുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നത് സലാമാണ്. സലാമിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഈ ഫാമിൽ വന്നത്. ഈ പോകുന്ന വഴി കണ്ടില്ലേ, ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒരു കനാലാണ് പോകുന്നത്. അതായത് കൃഷിയിലേക്കുള്ള വെള്ളം പോകുന്ന വഴിയാണത്. നമുക്ക് മോർണിംഗിൽ ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഫാം ഹൗസ്. ഫാം ഹൗസിൽ വന്നിട്ട് നമ്മൾ കയറിയ അപ്പം തന്നെ അതിൻ്റെ ബാക്ക് വശം ഭയങ്കര ടപ്പാണ്. കാരണം ഫാം ഹൗസിൻ്റെ ഉള്ളിൽ എല്ലാം ഈത്തപ്പനകൾ നട്ടിട്ടുണ്ട്. അതുപോലെ ഭയങ്കര കൂളിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ കയറിയ തന്നെ. ഫാം ഹൗസിൻ്റെ പുറകിൽ നമുക്ക് ആടിനെ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട്. അവർ ആട്, കോഴി എല്ലാം വളർത്തുന്ന സ്ഥലമുണ്ട്. ഇത് ആട് വളർത്തുന്ന സ്ഥലത്തേക്കാണ് ഈ പോകുന്നത്. ഈ കാണുന്ന കൂടെല്ലാം ആടിൻ്റെ ആട്ടോ. ഒത്തിരി ആടുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതൊന്നും ഇപ്പം നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. തുറന്ന് കാണിച്ചാൽ തന്നെ ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. അതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. അത് നാളെ മോർണിംഗിലുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫാം ഹൗസിൽ ഉള്ള ഒരു ബാക്ക് വശം. ഭയങ്കര വലിയ ഫാമാലട. എവിടെയാ നല്ല വിശപ്പുണ്ട്. ചിക്കൻ ചുടാൻ വേണ്ടി കനൽ കത്തിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഈന്തപ്പനയുടെ ഓലയൊക്കെ കൊടുന്ന് കത്തിച്ച് നോക്കി. കത്ത് പിടിക്കുന്നില്ല.
എന്തായാലും കത്ത് പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനും സാലിയും സലാമും കൂടി. എന്തായാലും നോക്കാം, കത്ത് പിടിച്ചു. പടച്ചോനെ, ഇതെന്തോരും വീശിയിട്ടും വേഗൊന്നുമില്ലല്ലോ. വീശി മടുത്തു. എന്തെങ്കിലും ഇവിടെ വേറെ വീശാനുള്ള ഒരു കാർഡ്ബോർഡൊന്നും കിട്ടിയില്ല, ഒരു പാത്രം എടുത്ത് വീശിയതാ കാണുന്നത്. എന്തായാലും തീ കത്ത് പിടിച്ചു. ഇത് എന്തിട്ട് വേണമെന്ന് വിഷമം മാറിയിട്ട് കിടന്നുറങ്ങാൻ. അതാണ് ഇപ്പൊ കിടന്നുറങ്ങാനും പറ്റില്ല, വിഷമിട്ട് കിടക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഇന്നലെ രാത്രി ചിക്കൻ ചുട്ടതൊന്നും നിങ്ങളെ കാണിക്കാനുള്ള അവസ്ഥയിലല്ലായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് കേട്ടോ. ഇന്നെന്തായാലും നേരം വെളുത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ കൃഷി രീതികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാണുന്നത് ഇത് മാതളാണ്, മാതളാരങ്ങയാണ്. ഇതെന്താ സംഭവം? ഇത് തന്നെ സംഭവം. കറി വെക്കുന്ന നാരങ്ങയില്ലേ, നമ്മുടെ കരുനാരങ്ങ തേങ്ങ. അപ്പൊ അങ്ങനെ നമ്മള് ഒരു വർഷത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യം ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങൾ വന്ന് തീർച്ചയായിട്ടും. ഞങ്ങൾ താമസിച്ച റൂമിന്റെ, അതായത് ഫാമിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ടോപ്പിൽ നിന്ന് കാണുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതാണ് കനാല്. നമ്മുടെ ഫാമിലേക്ക് വെള്ളം വരുന്ന ഒരു കനാല്, ഒരു നോർമൽ കനാലാണ് ആ കാണുന്നത്. ഫാമിലേക്ക് വെള്ളം വരുന്നത് നാടുപാത്തി ഈ വഴിയാണ് കൂടുതൽ ഫാമിലേക്ക് വെള്ളം വരുന്നത്. ഞങ്ങളിവിടെ പണിയെടുക്കണ പയ്യനുണ്ടോ മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്ക് ഈ ഫാം ഹൗസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടാലോ? ഇതാണ് ഞങ്ങൾ രാത്രി താമസിച്ച ഫാം. തോട്ടങ്ങളാണ് ഇവിടെ, ഫാമുകളാണ്. അതായത് താമസിക്കുന്ന ആൾക്കാർ ഒരു ദിവസം 2 ദിവസമൊക്കെ വന്ന് താമസിക്കാൻ വേണ്ടി എടുക്കുന്ന ഫാം ഹൗസുകളാണ്. ഫാം ഹൗസിൽ ഒരു മജിലിസാണ്. ഞങ്ങൾ രാത്രി ഇവിടെ കിടന്നു തുടങ്ങിയത്. മജിലിസ് വെച്ചാൽ എല്ലാവരും വന്ന് ഇരുന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ ചെറിയ ചെറിയ പാട്ടുകൾ നടത്തുന്ന ഒരു റൂമാണിത്. അപ്പൊ ഇതിനകത്ത് എല്ലാ സൗകര്യമുണ്ട്, TV മുതൽ എല്ലാം ഉണ്ട്. വരുമ്പോ തന്നെ എല്ലാവർക്കും ഇരിക്കാനും ചായ കുടിക്കാനും കാവ് കുടിക്കാനും. സൗദികളിലൊരു മെയിൻ ഒരു മജിലിസ് എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഫാമിലെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി ഒരു വെള്ളം പൂളിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പൂളിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക വെള്ളം. ഞങ്ങൾ വന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. കണ്ടോ, പൂളിലേക്ക് വെള്ളം, പൂളാണെന്ന് തോന്നുന്നത്. പൂളിലേക്ക് വെള്ളം ചാടിക്കുന്നത് ഞങ്ങൾക്ക് കുളിക്കാൻ വേണ്ടിയാണ്. വെള്ളം ചാടിച്ച് വെള്ളം ഏകദേശം ഇതായി. ഇതൊരു കൃഷിയാണ്, കൃഷിത്തോട്ടമാണ്. കൃഷിത്തോട്ടത്തിലേക്ക് കനാലിന്ന് വെള്ളം പമ്പ് ചെയ്യാനാണ് കാണുന്നത്. ഇതല്ലേ വെള്ളം പമ്പ് ചെയ്യാനാണ്. ഇങ്ങനെ വെള്ളം നിറച്ചാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഇത് അരകാണ്. അതുപോലെ അത് കാണുന്നത് ഇത് ഓറഞ്ചാണ്. ഇത് ഓറഞ്ചാണ്. ഓറഞ്ചിന്റെ ഇതാണ്, വലിയ ഇലയുള്ളതാണ് ഓറഞ്ച് എന്നാണ് ഞങ്ങൾ പണിക്കാരെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അത് നാരകവും. ഇത് അത്തിയാണ്. അത്തി നമ്മൾ ഖുർആനിലൊക്കെ പറഞ്ഞേക്കുന്ന ഒരു ഫ്രൂട്ടാണ് അത്തി. അത്തിയുടെ മരമാണിത്. ചെറുതായിട്ട് അത്തി ഉണ്ടായി കിടക്കുന്നുണ്ട് ഇവിടെ. ജസ്റ്റ് ഒന്ന് കാണിച്ചതാ നമുക്ക്. ആണോ, അത്തി ഉണ്ടായി കിടക്കണ്ടേ. ഇത് സംസ്കരിച്ചാണ് നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്നത്. അത് ഉണക്കിയൊക്കെ എടുത്ത ഇത് തരും. അതുപോലെ ഇത് അവരുടെ തോട്ടത്തിൽ മെയിനായിട്ട് നാരകവും ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇത് ഈത്തപ്പന ചെറിയ രീതിയിലുണ്ടായിരുന്നു. അതുപോലെ ഇതും അത്തി തന്നെയാണ്. ഇത് അത്തിയുടെ ഒരു മരമാണ്. പിന്നെ വെള്ളം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിറച്ചിടുക അതിനകത്ത്. കാരണം അത് തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഇതാണ് മാതള നാരങ്ങയാണത് ഉണ്ടായി നിൽക്കുന്ന അനാറാണ്. ഇത് ഉണ്ടായി നിൽക്കുന്ന ഒരു
ഒരു ഭാഗമാണ് കാണുന്നത്. ചെറുതായി കുറച്ച് വലുതായിട്ടുണ്ട്. കളർ വെച്ചിട്ടില്ല, ഉണ്ടായി വന്നുള്ളൂ. കണ്ടില്ലേ, കുഴപ്പമില്ല. നല്ല ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഇവിടെ വന്ന് നമ്മുടെ ആ ബിസി ലൈഫിൽ ചെറുതായി നമുക്കൊന്ന് ഒരു കൂൾ മൈൻഡ് കിട്ടാൻ വേണ്ടി ഈ ഫാം ജീവിതമൊക്കെ നല്ലതാണ്. അതുപോലെ കണ്ടില്ലേ, നമുക്ക് ഇഷ്ടമാരുണ്ട് കോഴികളാണ് അല്ലേ. കോഴികളുടെ നമ്മുടെ നാട്ടിലെ പോലെ നാട്ടിൽ വന്നൊരു ഫീലിംഗ് ആയി ഇവിടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറബ് എക്സ്പ്ലോറർ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ.